ഹലോ കൂട്ടുകാരെ, ഞങ്ങൾ വീണ്ടും എത്തിയിട്ടുണ്ട് പുതിയൊരു റെസിപ്പി ആയിട്ട്. കുറച്ച് നല്ല കൊഞ്ച് കിട്ടിയായിരുന്നു. അങ്ങനെ നമ്മൾ കൊഞ്ചൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേങ്ങാപ്പാലിൽ പറ്റിച്ച കൊഞ്ചു കറിയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. അപ്പൊ നമുക്ക് അതിന്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കിയാലോ. 2 സവാള അരിഞ്ഞത്, 10 കൊച്ചുള്ളി, 4 പച്ചമുളക് രണ്ടായിട്ട് കീറിയത്. ഇനി ഇതിനകത്തേക്ക് വേണ്ടുന്ന തേങ്ങാപ്പാല് ഉണ്ടാക്കാം. അതിന് വേണ്ടുന്നത് ഒരു തേങ്ങ മൊത്തം തിരുമിയത് നല്ലതുപോലെ അരച്ച് അതിന്റെ പാല് പിഴിഞ്ഞെടുക്കുക. ഇനി നമുക്ക് പാകം ചെയ്യാനായിട്ടുള്ള തവ അടുപ്പിലേക്ക് വെക്കുക. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലതുപോലെ ചൂടാക്കുക. 1/4 ടീസ്പൂൺ കടുക് ഇട്ട് ഒന്ന് പൊട്ടിക്കുക. ഇതിലേക്ക് 2 വറ്റൽമുളക് ഇട്ട് ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഉണ്ടല്ലോ, ആ സവാള ഈ വെളിച്ചെണ്ണയിലിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അങ്ങനെ നമ്മുടെ സവാളയൊക്കെ ഒന്ന് നല്ലതുപോലെ ഒന്ന് വഴണ്ടി വന്നിരിക്കുകയാണ്. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. അതിനുശേഷം നമുക്ക് ഇനി ഇതിനകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി ഈ പൊടികളും നമ്മൾ വാട്ടി വെച്ചിരിക്കുന്ന സവാളയെല്ലാം കൂടി ഇട്ട് നല്ലതുപോലെ ഒന്നുകൂടെ നല്ലതുപോലെ ഇളക്കിയെടുക്കുക. നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൊഞ്ചുണ്ടല്ലോ, ആ കൊഞ്ച് ഈ മസാലക്കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ കൊഞ്ചും വാട്ടി വെച്ചിരിക്കുന്ന ഉള്ളിയും എല്ലാം കൂടിയിട്ട് ആ അരപ്പെല്ലാം കൊഞ്ചിനകത്ത് നല്ലതുപോലെ പിടിക്കുന്ന രീതിയിൽ നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. പാകത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുക്കുക. ഓരോരുത്തരുടെ പാകത്തിനനുസരിച്ചാണല്ലോ നമ്മൾ ഉപ്പ് ചേർക്കേണ്ടത്. എന്നിട്ട് ഇതൊന്ന് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കും. അപ്പോഴത്തേക്ക് നമ്മൾ ഈ കൊഞ്ചിലെ വെള്ളമൊക്കെ ഈ അരപ്പിലോട്ട് ഇറങ്ങാൻ തുടങ്ങും. അതിനുശേഷം നമുക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലുണ്ടല്ലോ, ആ തേങ്ങാപ്പാൽ നമ്മുടെ ഈ കൊഞ്ചിലേക്ക് ഒഴിച്ചു കൊടുക്കുക. തേങ്ങാപ്പാലെല്ലാം മുഴുവനെ ഒഴിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഈ തേങ്ങാപ്പാലും നമ്മുടെ ഈ കൊഞ്ചും എല്ലാം കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കുക. നമ്മുടെ ചാനലിലെ വീഡിയോസുകളൊക്കെ ആദ്യമായിട്ട് കാണുന്നവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. നമ്മൾ ഡെയിലി ഇടുന്ന റെസിപ്പികളും ഷോർട്സുകളും ഒക്കെ നിങ്ങൾക്ക് അപ്ഡേറ്റ് കിട്ടത്തുള്ളൂ. അതുപോലെ നിങ്ങളുടെ സപ്പോർട്ടും ലൈക്കും കമന്റും സബ്സ്ക്രൈബും എല്ലാം നമുക്ക് ഉണ്ടായിരിക്കണം. ഓരോരുത്തരുടെ എരിക്ക് അനുസരിച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. അടുക്കി പിടിക്കാതെ ശ്രദ്ധിക്കണം. അപ്പൊ നമ്മുടെ വീടുകളിൽ എല്ലാവരും കൊഞ്ച് വാങ്ങുമ്പോൾ ഇതുപോലെ തേങ്ങാപ്പാലിൽ ചേർത്ത് കൊഞ്ചു കറി ഉണ്ടാക്കി നോക്കണം. നോക്കിയിട്ട് ഇതിന്റെ അഭിപ്രായം പറയണേ. അതുപോലെ നമ്മുടെ വീഡിയോസിന് ലൈക്കും കമന്റും ഒക്കെ ചെയ്യണം. അപ്പൊ നമ്മുടെ തേങ്ങാപ്പാൽ ചേർത്ത് കൊഞ്ചുകറി റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. അടുത്തൊരു വീഡിയോയുമായി കാണാം. ബൈ.